ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിൽ ഏർപ്പെടുത്തിയ ഇന്ത്യൻ സിനിമാ മേഖലയിലെ ഏറ്റവും പരമോന്നതമായ പുരസ്കാരമാണ്. കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അതിപ്പോൾ മോഹൻലാലിന് ലഭ്യമാവുകയാണ്. ദേശീയ സിനിമാ പുരസ്കാരങ്ങൾക്കൊപ്പമാണ് ഇത് നൽകാറുള്ളത്. ഇപ്പോൾ ആ പ്രഖ്യാപനം വന്നിരിക്കുന്നു. 2023 അവാർഡ് മലയാളത്തിൽ നിന്ന് മോഹൻലാൽ ഇപ്പോൾ അതിന് അർഹനാകുന്നു എന്നുള്ളതാണ്. സിനിമാ മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം എന്ന് പറയുന്നത്. അത് ഒരിക്കൽ കൂടി മലയാളത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ അടൂർ ഗോപാലകൃഷ്ണന് ഇതുമായി ബന്ധപ്പെട്ട ഈ അവാർഡ് ലഭ്യമായിരുന്നു. രജനീകാന്ത്, അമിതാഭ് ബച്ചനൊക്കെ ഈ പുരസ്കാരത്തിന് അർഹരായിട്ടുണ്ട്. ഇപ്പോൾ മോഹൻലാൽ ആ പുരസ്കാരത്തിന് അർഹനാകുന്നു എന്നുള്ളതാണ്. അത് മലയാളികൾക്കെല്ലാം അഭിമാനിക്കാൻ കഴിയുന്ന ഒരു നേട്ടമാണ്. 1969 ഇത് മായി ബന്ധപ്പെട്ട അവാർഡ് പ്രഖ്യാപനം തുടങ്ങിയതാണ്. അതിനുശേഷം ഓരോ വർഷവും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രമുഖർ ദേശീയ ചലച്ചിത്ര പുരസ്കാര സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പുരസ്കാരങ്ങളൊക്കെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നു എന്നുള്ളതാണ് മോഹൻലാൽ പുരസ്കാരത്തിന് അർഹമാകുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് മുൻപാണ് നേരത്തെ ഈ പുരസ്കാരം മലയാളത്തിലേക്ക് എത്തിയത്. അത് അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു. അതിനുശേഷം ഒട്ടേറെ സിനിമാ മേഖലയിലെ പ്രമുഖർ ഏറ്റുവാങ്ങിയ പുരസ്കാരമാണ് മോഹൻലാൽ. അദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായ അഭിനയ ജീവിതം അതിന് ഇപ്പോൾ അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതാണ്.